അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് ബോട്ടി വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടത് കയ്യിലാക്കണ കപ്പയുണ്ട്. നമ്മളെന്താക്കണ ഇവിടെ വെച്ചിട്ട് വെക്കാൻ പോവാണ്. കുഞ്ഞൂസ് ടിപ്സ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ഒരു 50 കേട്ടോ. ഓക്കെ, കാണാം. അങ്ങനെ നമ്മൾ അങ്ങാടിയിൽ നിന്ന് നല്ല അടിപൊളി കപ്പ വാങ്ങിപ്പോരുകയാണ്. ഇനി നമ്മൾ അടിപൊളി ബോട്ടി വാങ്ങുകയാണ്. നമ്മളെ എടണങ്ങാടിയത്തെ നല്ല അടിപൊളി ഒരു ബീഫ് കട. സാധാരണ നമ്മൾ എടണങ്ങാടിൽ നിന്ന് മെയിൻ റോഡ് വഴിയാണ് പോകാറ്. ഇത് എടവണ്ണ തിയേറ്ററിൻ്റെ അടുത്ത് കൂടെ വീട്ടിലേക്കൊരു ഷോട്ടുണ്ട്. ഒരു 3 കിലോമീറ്ററോളം പോകണം. നമ്മുടെ എടവണ്ണങ്ങാടിയിൽ ഉള്ള ഏകൊരു സിനിമാ തിയേറ്ററാണിത്, സംഘം മൂവീസ്. ഈ ഒരു സ്ഥലത്തിന് പറയുക പിന്നത്താടെന്ന് പറയും. ഈ പാടത്ത് കൂടെ പണ്ട് വഴിയുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഇതിൻ്റെ നടുകൂടെ റോഡൊക്കെ ഇട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് കുട്ടികളൊക്കെ ഇതുവഴി നടന്നിരുന്നു സ്കൂൾക്ക് പോന്നിരുന്നത്. ഒരു ഭാഗത്ത് കവുന്തോട്ടം, ഒരു ഭാഗത്ത്. എന്തായാലും നമുക്ക് നല്ല പ്രകൃതി കണ്ടിട്ട് വീട്ടിലേക്ക് പോവാം. കുറച്ച് ഓഫ് റോഡാണ്. ഇവിടെ എങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു ചവിട്ട് വഴി മാത്രമുള്ളായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ റോഡാക്കി മാറ്റി. വീട്ടിൽ ചെന്നിട്ട് വേണം കപ്പയും നല്ല അടിപൊളി ബീഫിൻ്റെ ബോട്ടിയും ഒന്ന് വെച്ച് കഴിക്കാൻ. കപ്പ പുഴുങ്ങിയിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റോഡിലെത്തി. റോഡിൻ്റെ 2 സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഇന്ന് പണി ലീവായപ്പം ഇങ്ങനൊരു പ്ലാൻ അങ്ങോട്ട് ഇട്ടു. ബോട്ടിയും കപ്പയും വെക്കാമെന്ന് അങ്ങോട്ട് കരുതി. ഈ ഒരു ഭാഗത്തേക്ക് ചെങ്ങനശ്ശേരി കുന്നെന്നാണ് പറയാം. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. റബ്ബറിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി, പുതിയ ഇലകൾ തളിർത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അങ്ങനെ ഏകദേശം വീടിൻ്റെ അടുത്ത് എത്താറായി. ഇനി വീട്ടിലേക്ക് കയറുന്ന റോഡ്. നമ്മുടെ വീടിൻ്റെ 4 ഭാഗത്തും റബ്ബർ തോട്ടങ്ങളാട്ടു. അങ്ങനെ നമ്മളെ വീടെത്തി മക്കളെ. ഇനിയാണ് കപ്പയും ബീഫും വെക്കണത് അങ്ങോട്ട് കാണാൻ പോണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൂരാണ്. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള റബ്ബർ തോട്ടമാണ്. നമ്മൾ മുരുകനും ടീമോടെ പ്രത്യക്ഷപ്പെട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളൊരു അനിയനാണ്, പേര് ജിത്തു. ഈ വീഡിയോക്ക് മുന്നിൽ വരാനും മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തല കുനിച്ച് നിൽക്കുന്നത്. നല്ല പോത്തിൻ്റെ ബോട്ടിയാണ്. നല്ലോണം കഴുകതാണ്. പിന്നെ കിടക്കാം കേട്ടോ. ഇപ്പോൾ പിന്നെ നടക്കാം. ബോസിനെ മെയിൻ നമ്മളങ്ങനെ ഒരു 3 വട്ടം കഴുകിയെടുക്കണം. ഇതവരാക്കണം വൃത്തിയാക്കിയിട്ട് വെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലൊന്നും വെട്ടാനൊന്നും ഇല്ലതിൽ. അടിപൊളി വെട്ടല്ല കേട്ടോ. ഇത് കനുണ്ട്. നമ്മളിത് ഇവിടെ അടുപ്പ് കൂട്ടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പെടുന്നൊരു വീഡിയോ ഞാൻ സെറ്റാക്കിയത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കാണും.
ഇതും നമ്മളൊരു അനിയനാട്ടോ. ഇവനെ മണിക്കുട്ടെന്ന വിളിക്കുക. ഇപ്പം ഇന്നത്തെ ഒരു പരിപാടിയിൽ ഇവരെ കണ്ട് കൂട്ടുകൂടിച്ച്. അപ്പം ഇന്നൊരു അടിപൊളി പാചകം. അടുപ്പ് സെറ്റ് ചെയ്യും. ഇപ്പം നല്ല അടിപൊളി കപ്പയാണ്, നല്ല പൊടികളാണ്. പൊട്ടിച്ച് കാണിച്ചാൽ സൂപ്പർ കപ്പയാണ്. പൂള, നമ്മളിവിടെ പൂളയെന്നും പറയും, കപ്പ എന്നും പറയും, ഒക്കെ പറയും. ചിലവിൽ എന്താ മരിച്ചീനെന്നും പറയും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ആദ്യം നന്നാക്കി എടുക്കാം. പിന്നെ അതിലേക്കുള്ള ചേരുവകൾ ഇടുന്നുണ്ട്, ഒക്കെ കാണിച്ചു തരും. അടിപൊളി നല്ല പൊടിയാ. നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഉണ്ടോ? മതി. കണ്ടകൾ നല്ല തണുപ്പാണ്. റബ്ബറിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞ് പുതിയ ഇല വന്നിട്ടുണ്ട്. അതാണ് ഈ പച്ചയായിട്ട് നിൽക്കുന്നത്. ഇത് രണ്ട് കിലോ കപ്പയാണ്. എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഉണ്ടോ? ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. പൂള പുഴുങ്ങിയിട്ടാണ് പൊടിച്ചെടുക്കുകയാണ് അല്ലേ? നമ്മൾ പൊടിച്ചെടുക്കുക. അതാണ് നമ്മൾ മലപ്പുറത്തുള്ളൊരു പ്രത്യേകത ഇത് അല്ലേ? പൂളി ബോട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ കപ്പ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിലേക്കുള്ള വിറക് സെറ്റാക്കാൻ പോകണം. എല്ലാ അടുപ്പൊക്കെ ഉണ്ടാക്കണോ? ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ വീട്ടിലത്തെ മണ്ണെണ്ണ ഒരു പകുതിയോളം മണ്ണെണ്ണ ഉണ്ട്. നമുക്ക് മണ്ണെണ്ണ ഒഴിച്ച് അത് കത്തിക്കാം. നമ്മളെ ബോട്ടി അടുപ്പത്ത് വെക്കാണ്. കണ്ടുള്ളൂ. ആദ്യം നമ്മൾ ബോട്ടി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഉപ്പിട്ടുകൊണ്ട് കുറച്ച് മഞ്ഞളും ചേർക്കണം. ഒരു പകുതി വേവ് അതിന് ശേഷം നമ്മളിതിൽ മസാലകളും ഒക്കെ എല്ലാം ചേർക്കുന്നതാണ്. ചീര പറങ്കി അത് പറിക്കാൻ പോവാണ്. നമ്മളെ വളച്ചിട്ടേക്ക് നമ്മുടെ അനിയന്മാരുണ്ട്. എന്താണ് ഞങ്ങൾ പ്രകൃതി. ഒന്നും മ്യൂട്ടില്ല. നിങ്ങളുടെ ചെയ്യാൻ പച്ച അങ്ങനെ നമ്മൾ കടുകൂടെ നടക്കണം. ആൾക്കാരെ വരാന്ന് പറഞ്ഞു വീട്ടിലാണ്. ഉണ്ടോ? ഈ സംഭവത്തിലാക്കുന്നതിന് ഇത് ഉണങ്ങാറായിട്ടുണ്ട്. ഇവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ വേനലായതുകൊണ്ട് എന്നാലും മുളകുണ്ട് ആവശ്യത്തിന്.
ഇതൊക്കെ മൂത്തുങ്ങൾ കുറേ മറ്റേ ഈ ചീര പറങ്കി പഴുത്താലേ കാക്കകൾ വന്ന് നിന്നു ഇല്ല മണിക്കൂട്ടാ തീർച്ചയായിട്ടും കാക്കകളാക്കണം വന്ന് ഇത് പൊത്തി വെക്കണം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ആവശ്യത്തിനുള്ള ചീര പറങ്ങി പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇലയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. നമ്മളാകണം അതിൽ ഇവിടെ ഒരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇവൾക്ക് 9 മുട്ട വെച്ച് കൊടുത്തുന്നത് ഒരെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ. എന്നാൽ കോഴിപ്പേനുണ്ടോ വീടാകെ നിറഞ്ഞാണ്. 2 ദിവസം ഉറങ്ങിയിട്ടില്ല. കുടുങ്ങിയെന്നായിട്ട് പറയാം. ഇതാണ് നമ്മളെ അച്ഛൻ. അച്ഛന് ജനലിലൂടെ ഒക്കെ കണ്ട് രസിക്കാം കേട്ടോ. അങ്ങനെ പൂള ഇവിടെ അടുക്കളയിലാണ് വെക്കുന്നത്. ഇതമ്മ ഇവിടുന്ന് വേവിച്ച് തരികയാണ്. എന്നിട്ടത് ഉടച്ചെടുക്കണം. അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തക്കാളി, വല്ലുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി ഇവ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും ചീരപറങ്ങിയും നമ്മൾ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് കാണാം. ഇത് നമ്മളെ തനി നാടൻ വെളിച്ചെണ്ണ കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ നമ്മളാക്കണേ എന്തിനാക്കണേ ഈ ഒരു തോർത്ത് ഇവിടെ അങ്ങോട്ട് കിട്ടും. ഇതൊരു തലക്കെട്ടാണ്. എന്തിനാക്കണേ ഒരു തലക്കെട്ട് വേണം. അറിയാം നമുക്ക് നമ്മളമ്മ കുഴിച്ചിട്ട് ഇഞ്ചി അത് ഇതാ ഇതിപ്പോൾ ഒരു കൊല്ലായി കുഴിച്ചിട്ടിട്ട്. ഇത് മഞ്ഞളാട്ടോ, ഇഞ്ചിയല്ല. ഇതാണ് ഇഞ്ചി. അല്ല വിത്ത് വെച്ചിടണോ? വിത്തെടുക്കണോ? അപ്പോൾ ആവശ്യത്തിനുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അമ്മയുണ്ടല്ലോ ഞങ്ങൾ അരച്ചരച്ച് കുണ്ടായിട്ടുണ്ട്. കാലങ്ങൾ പഴക്കളത് മക്കളായത്. നമ്മൾ വെളുത്തുള്ളി, ചീരപറങ്കി, ഇഞ്ചി ഇത് ചതച്ചെടുക്കുകയാണ്. ഇവിടെ നിൽക്ക് അപ്പം ഉള്ളി ചതഞ്ഞിട്ടുണ്ട്. ഇത് കിടുകയാണ് നമ്മൾ. ഇതിലേക്ക് കൂട്ടാനുള്ള പൊടികൾ ഓരോ കല്ലുമ്പം വെച്ചിട്ടുണ്ട്. മതി. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഇവ 3 തൽക്കാലത്തിന് ഇപ്പം ചേർത്ത് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും വല്യുള്ളിയും ചെറിയ ഉള്ളിയും ഇതിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. മുളകും പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ആക്കണേ ഇത് നമ്മളെ പെപ്പർ, കുരുമുളക് ഇത് നമ്മളാക്കണേ ഒന്ന് വെന്തിട്ടാക്കണേ ഇടുള്ളൂ. അപ്പോൾ ഇത് ഇനി ഒന്ന് വെള്ളം വെച്ചണം. പിന്നെ നമ്മളെ കറിവേപ്പിലുണ്ട്, ഇത് ഇടാൻ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കൂട്ടുകൂടെ വെളുത്തുള്ളി ഇഞ്ചൊക്കെ ചതച്ചരച്ചുണ്ട്, ഇത് ഇടാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂർ. അങ്ങനെ നമ്മളെ കപ്പ ആയിട്ടുണ്ട്. ഇനി ഇതെന്നെല്ലാം ഒന്ന് ചെമ്പട്ടിലിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കണം. ആദ്യം ഒന്ന് വെള്ളം ഒന്ന് ചോർത്തിയെടുക്കുക.
പൊടിയാണ് മതി. ഈ കപ്പൻ്റെ പ്രത്യേകത എന്ന് പറയും ഇതിപ്പോൾ കാണാൻ ആ നനവിലാണ് പൊടിച്ചത്. ഇത് ചൂടാറുമ്പോൾ പൊടിയായിട്ടാണ് കിട്ടും. അതാണ് ഈ കപ്പൻ്റെ പ്രത്യേകത. പുറത്തേക്ക് അമ്മ ഈ ബോട്ടി കഴിക്കാറില്ലല്ലോ പോത്തിൻ്റെ. അമ്മ അതിൻ്റെ അടുത്തേക്ക് വരില്ല. അപ്പം അമ്മ ഇവിടെ ഒരു കരിവേപ്പിലിൻ്റെ തൈയുണ്ട്, അതിന് കുറച്ച് മണ്ണിതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയാണ്. ബോട്ടി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച മസാല, കറിവേപ്പില, കുരുമുളക് ഇതൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. चलो വെളിച്ചെണ്ണ വയ്ക്കുന്നു കുറച്ച് എടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കുകയാണ്. കുറച്ച് ഇട്ട് കുടിച്ച കുരുമുളക്. ഇതോടെ അമ്മ ഇവിടെ വീട്ടിൽ നിന്ന് പൊടിച്ച് എടുത്ത കുരുമുളക് തന്നെയാണ്, തനി നാടൻ. കറിവേപ്പില വരുന്നത് പോരെ പിയാന് കഴിക്കുമ്പോൾ പോണ്ട പോണ്ട. ഓക്കെ. ഓ കൂട്ടം കുടിക്കണം കരിവേപ്പ്. അടച്ചിട്ട് ഈ ഒരു പോക്ക് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ വീണ്ടും വാഴത്തോട്ടത്തിലേക്ക്, വാഴയിൽ വെട്ടാൻ. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഴയില അങ്ങോട്ട് വെട്ടി എടുക്കുക. അടിപൊളിയല്ല ഉണ്ടോ? വാഴയില കീറിപ്പോകാതിരിക്കാൻ നമ്മളിതൊന്ന് വാട്ടുകയാണ്. കൊണ്ടുവന്നാ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇനി അടുത്ത പരിപാടി എന്താ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് വിളമ്പെടുക്കുകയാണ്. ഈ തണൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. മൂന്നാൾക്കും നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് വെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ബീഫ് ബോട്ടി എന്തിലാണ് പൊളിപ്പ സാധനം. ഇതിൻ്റെ മുകളുണ്ടല്ലോ ഒറ്റ വെതറിൽ. ഓക്കെ. ഇനിയാണ് മക്കളെ ഇത് ഒരുമിച്ചിരുന്നുള്ളൊരു തീറ്റ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതിനെല്ലാവരും സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ കപ്പിയും ബൂട്ടിയോ ബീഫോ എന്താ വെച്ച് കഴിക്കണത് നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ ചട്ടി അങ്ങോട്ട് കാലിയാക്കി, അത്രേ പറയാനുള്ളൂ. അത്രയും ടേസ്റ്റ്. അങ്ങനെ നമ്മളെ കപ്പിയും ബൂട്ടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം.
കാക്കകൾ വന്നില്ലേ എന്താണ് കൂട്ടാ തീർച്ചയായിട്ടും കാക്കകളാക്കണ വന്ന് ഇത് കൊത്തി പെറുക്കണതാണ്